എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെല്ലുവിളിക്കാം. അത് ആരോടാകണം? അള്ളാനോടാകരുത്. ഇന്ന് പടച്ചവനോട് വെല്ലുവിളിക്കാൻ, അള്ളാനോട് വെല്ലുവിളിക്കാൻ. ആ പല കോലത്തിലാ നമ്മുടെ വെല്ലുവിളി. റസൂലിനോട് വെല്ലുവിളിക്കാൻ, ഏതെങ്കിലും ഒരു സുന്നത്തായ കാര്യം. ഞാൻ ചോദിക്കട്ടെ, കല്യാണ വീടുകളിൽ പോകുന്ന ആളുകൾ, കല്യാണ വീടുകളിൽ ചെന്നിട്ട് ഓഡിറ്റോറിയത്തിലാകാം, മണ്ഡപത്തിലാകാം, വീട്ടിലാകാം, പിന്നെ പന്തലിട്ടാകാം, എന്തോ ആകട്ടെ, കല്യാണ വീട്ടിൽ പോകുന്ന ഒരാള് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ബാളിയൂരിലുള്ള നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന സുന്നത്തായ മാർഗം ഇതുവരെയും ഞാൻ അവലംബിച്ചിട്ടുണ്ട് എന്ന് ഇടനെഞ്ചിലേക്ക് നിങ്ങളുടെ വലത് കൈ ചേർത്ത് വെച്ചിട്ട് പറയാൻ നിങ്ങൾക്ക് കഴിയോ? എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, സഹോദരിമാരെ, കല്യാണത്തിന് പോയാൽ എന്താ വേണ്ടത്? എന്തെങ്കിലും കൈമടക്ക് കൊടുക്കുന്നത് നാട്ടു നടപ്പാണ്. അവിടെ ചെന്നിട്ട് വാരി വലിച്ച് വെട്ടി വിഴുങ്ങുന്നത് അവർ തന്ന ഔദാര്യത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതാണ്. പെണ്ണിന്റെ കുറവും ചെക്കന്റെ കുറവും നോക്കി നടക്കുന്നത് മോശപ്പെട്ടവരുടെ സ്വഭാവമാണ്. ഇതുവരെയും സുന്നത്തായ കർമ്മം അവിടെ വന്നില്ല. എന്താ സുന്നത്തായ കർമ്മം എന്നറിയോ? എന്താണ്? പുതിയാപ്പിളയുടെ കൈ പിടിച്ചിട്ട് പറയണം, ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വ ആഫിയ. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? എന്നിട്ട് പറയാ, ഞാൻ സുന്നിയാ, ഞാൻ മുസ്ലിമാണ്, ഞാൻ നബിതങ്ങളെ സ്നേഹിക്കുന്നവനാണ്. എന്ത് നബി സ്നേഹമാ, എന്ത് നബിയോടുള്ള സ്നേഹമാ? പോട്ടെ, മരണ വീട്ടിൽ പോയിട്ട് എന്താ നിങ്ങൾ പറയേണ്ടത്? എങ്ങനെ മരിച്ചത്, എങ്ങനെ ജീവിച്ചു എന്ന് ഇന്നലെ വരെ ചോദിച്ചിട്ടില്ല. ഇവൻ എങ്ങനെ ജീവിച്ചു എന്ന് ഇന്നലെ വരെ അന്വേഷിച്ചിട്ടില്ല. പട്ടിണിയാണോ, പരിവട്ടമാണോ, അതൊന്നും അന്വേഷിച്ചിട്ടില്ല. മരിച്ചെന്ന് കേട്ടപ്പോ വന്നിട്ട് ചോദിക്കാണ്, എങ്ങനെ മരിച്ചു? അതാണ് അറിയേണ്ടത്. ചില ആളുകളുണ്ട്, കണ്ടാ തിരിഞ്ഞു നടക്കും. ഇനി നാളെ അയാൾ മരിച്ചെന്ന് കേൾക്കുമ്പോഴോ, ഇവൻ എവിടെയോ ആയിരുന്നു, ഓടി വന്നു, മയ്യത്തെടുക്കാറായി, ഓടി വന്നിട്ട് പറയാ, ഒരാളും കൂടെ ഉണ്ട് കാണാൻ, ഒരാളും കൂടെ ഉണ്ട് കാണാൻ. ആളുകളുടെ ഇടയിലൂടെ തന്റെ രണ്ട് കണ്ണുകൾ ആ മയ്യത്തിലേക്ക് നോക്കുമ്പോ, ചൂടുണ്ടായിരുന്നപ്പോ നീ നോക്കണമായിരുന്നടോ, അല്ലാതെ തണുത്ത് വിറച്ച ശരീരം കണ്ടിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? മരണ വീട്ടിൽ പോയാൽ മയ്യത്ത് കാണലല്ലോ പ്രധാനം, മയ്യത്ത് കാണലല്ലോ. മരണ വീട്ടിൽ പോയാൽ മയ്യത്ത് കുളിപ്പിക്കലും മയ്യത്തിനെ കഫൻ ചെയ്യലും ഒക്കെ ഫർള് കിഫായയാണ്. ആരെങ്കിലും ചെയ്താൽ മതി, നീ ചെയ്താൽ നിനക്ക് കൂലി കിട്ടും. ആരെങ്കിലും ചെയ്താൽ മതി, എല്ലാവരും കൂടെ ചെന്നിട്ട് പൊതിയാൻ നിൽക്കണ്ട, അല്ല പൊതിയാൻ പറ്റണ്ടേ. പിന്നെന്താ ചെയ്യേണ്ടത്? മരിച്ച ആളിന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ കൈ പിടിച്ചിട്ട് അഅലമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യിതിക. എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? എന്നിട്ട് പറയാ, ഞാൻ മരണ വീട്ടിൽ പോയി, ഞാൻ ഇന്നലെ മെനിങ്ങാൻ നോക്കൊണ്ടായിരുന്നു. നീ ഇന്നലെ മെനിങ്ങാൻ നിന്നിട്ട് എന്ത് കിട്ടാനാ? മരിച്ചോ തിരിച്ചു വരുവോ? അല്ല, ഈ മരിച്ച ബന്ധുവിന്റെ ബന്ധുക്കൾക്ക് സമാധാനം കിട്ടുമോ? നീ ചെന്ന് നിന്നിട്ട് അവരുടെ കുറെ ചായപ്പൊടിയും പാലപ്പൊടിയും തീരുന്നല്ലാതെ എന്ത് ഗുണമാണ് മയ്യത്തിനുള്ളത്? നീ ഒരു വാക്ക് ആ മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ കൈ പിടിച്ചിട്ട് അഅലമല്ലാഹു അജ്റക വ അഹ്സന അസാഅക വ ഗഫറ ലിമയ്യിതിക എന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെന്താ നീ ചെയ്തത്? ഇതൊക്കെ പറയുമ്പോ പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല. മരണ വീട്ടിൽ പോയാൽ മയ്യത്ത് കാണണം, 10 പേരോടൊപ്പം റീത്ത് വെക്കണം, എന്നിട്ടൊരു ഫോട്ടോ എടുക്കണം, മയ്യത്തിൽ ഞാനും പങ്കെടുത്തു എന്ന് പറയണം. ഇതൊക്കെ റസൂലുള്ളാഹിനോടുള്ള വെല്ലുവിളിയല്ലേ? അങ്ങനെ വെല്ലുവിളിക്കുന്നവൻ എന്ന് നിസാരനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കയറി പോകും. അതുകൊണ്ട് പിന്നെ ഉന്നതിയിലുണ്ടായിരുന്ന, ഇസ്സത്തുണ്ടായിരുന്ന ആളിനെ ദില്ലത്തിലേക്ക് അല്ലാഹു തആല ഇറക്കി കഴിഞ്ഞാൽ ആ കാരണം അവനവൻ തന്നെയാണ്. ഒരിക്കലും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. പടച്ചോനായിട്ടൊന്നും ചെയ്യൂല, നമ്മളായിട്ടുണ്ടാക്കി വെക്കുന്ന വഴിയാ. അല്ലാഹ് പറഞ്ഞു, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇവനെ താഴേക്ക് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആകാശഭൂമി ഇവനെ കണ്ടിട്ട് കരയാണ്. ആരെ കണ്ടിട്ട്? ഇന്നലെ വരെ ഉന്നതിയിലുണ്ടായിരുന്നു, ഇന്ന് ഇസ്സത്ത് നഷ്ടപ്പെട്ട് ദില്ലത്ത് പേറി നിസാരനായി നടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ആകാശഭൂമികളും സർവ്വചരാചരങ്ങളും കരയുന്നുവത്രേ. ഇനി കേൾക്കണോ? ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ചിലപ്പോൾ നമ്മൾ പറയും, ഉസ്താദേ അല്ലെങ്കിൽ മുസ്ലിയാരെ, നമ്മൾ ഈമാനൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാ, ഒരിക്കലും ഞങ്ങൾ മതം വിട്ടു പോകൂല, അതുപോലെ തന്നെ അള്ളാഹിനോടും റസൂലിനോടും നമ്മൾ വെല്ലുവിളിയൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാം പെട്ടുപോകുന്നൊരു സ്ഥലമുണ്ട്. ഏതെന്നറിയോ? അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും പെടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയെന്നറിയോ? ഞാൻ പെടും, നിങ്ങൾ പെടും. എവിടെയാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് അല്ലാഹു തആല അത്ഭുതകരമായ ഭക്ഷണം കൊടുത്തു.
വാളയൂരിൽ നമ്മൾ ചോദിക്കുകയാണ്, റേഷൻ കടയിൽ പോകാതെ, അല്ലെങ്കിൽ പലവ്യഞ്ജന കടയിൽ പോകാതെ, ഏതെങ്കിലും സ്റ്റോറിൽ പോകാതെ, ഏതെങ്കിലും മാർക്കറ്റിൽ പോകാതെ, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോകാതെ, ഏതെങ്കിലും കടയിൽ ചെന്ന് സാധനം വാങ്ങാതെ പടച്ചോ നൂലിക്കെട്ടി ഇറക്കി തരുവോടോ ഭക്ഷണമെന്ന് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പടച്ച തമ്പുരാൻ. ആർക്കും അറിയോ? മൂസാ നബിയുടെ ജനതയ്ക്ക് അല്ലാഹു കൊടുത്ത ഭക്ഷണമേതാ? മന്ന് സൽവ എന്ന് പറയുന്ന ഭക്ഷണം ഒരുതരം കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്, ഒരുതരം മധുരമായ പലഹാരമാണ്. ഇത് അല്ലാഹു ഇറക്കി കൊടുത്തത് ഏതെങ്കിലും മാവേലി സ്റ്റോറിലല്ല, ഏതെങ്കിലും റേഷൻ കടയിലല്ല, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നല്ല, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല. അല്ലാഹു ഇറക്കി കൊടുത്തത് എവിടെ നിന്നറിയോ? വൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ. ആകാശത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം ഇറക്കി കൊടുത്തു. ഇതങ്ങോട്ട് തിന്നിട്ട് ഇവരുടെ എല്ലിന്റെ ഇടയിൽ കയറാൻ തുടങ്ങി. ആ ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചവനോട് പറയണം, മൂസാ തിന്ന് ഞങ്ങൾ മടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇറച്ചിയൊന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് പച്ചക്കറി വല്ലതും ഉണ്ടെങ്കിൽ നോൺ വെജ് വേണ്ട, ഞങ്ങൾക്ക് വെജ് മതി എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയുടെ മുന്നിലേക്ക് വരുന്ന സൂറത്തുൽ ബഖറ പറയുകയാണ്, ഞങ്ങൾക്ക് ഉള്ളി മതി, കക്കരിക്ക മതി, സവോള മതി, ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് മതി, ഞങ്ങൾക്ക് പച്ചക്കറി മതി, ഞങ്ങൾക്ക് മന്ന് സെൽവ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, മൂസാ ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ ഭക്ഷണമല്ലേ തന്നത്? ഖൈറായ ഭക്ഷണം പച്ചക്കറിയല്ലടോ. അതാര് പഠിപ്പിച്ചതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇറച്ചി തന്നെയാണ് ഖൈറ്, പച്ചക്കറിയല്ല. നാളെ എന്റെ നേരെ പൊങ്കാലയിട്ടാരും വരികയൊന്നും വേണ്ട, നിങ്ങൾ ഖുർആൻ പഠിച്ചാ മതി. ആ സമയത്തിരുന്ന് അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു ചോദിക്കുന്ന നിങ്ങൾക്ക് ഖൈറായതിന് നിങ്ങൾ പകരമാക്കുകയാണോ? ഖൈറായത് കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്, ഖൈറല്ലാത്തത് പച്ചക്കറിയാണ്. എന്തേ നിങ്ങൾ പച്ചക്കറി വേണമെന്ന വാശി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വെജിറ്റബിൾ മതി എന്ന് നിങ്ങൾ പറയുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾക്കത് മതി. അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ, പടച്ച തമ്പുരാൻ കൊടുത്ത നിഅമത്തുകളിൽ അവര് തൃപ്തിപ്പെടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്, വളുരിബത് അലൈഹിമുദ്ദില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. സൂറത്തുൽ ബഖറ 61-ാമത്തെ സൂക്തം നിങ്ങൾ പഠിക്കേ. അല്ലാഹ് പറയുന്നു, വളുരിബത് അലൈഹിമുദ്ദില്ല, അവർക്ക് അല്ലാഹ് നിസാരത കൊടുത്തു, വൽ മസ്കന നിർഗതി കൊടുത്തു. അവർക്ക് നിസാരതയും നിർഗതിയും അല്ലാഹു കൊടുത്തു. വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കോപവുമായിട്ട് അവർക്ക് മടങ്ങേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയല്ലേ? എന്ത് തന്നാലും നമുക്ക് തൃപ്തി വരൂല. എത്ര പണം തന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പണം ആഗ്രഹിക്കുന്നവരാ. സ്വർണത്തിന്റെ ഒരു ചെരിവല്ല തന്നിരിക്കട്ടെ, രണ്ടാമത്തെ ചെരിവിനെ നമ്മൾ കൊതിക്കുന്നു. ഒരു കാർ എടുത്താൽ പോരാ, രണ്ടാമത് കാറ് വേണം. ഒരു വീട് വെച്ചാ പോരാ, രണ്ടാമത് വീട് വേണം. രണ്ടാമത്തെ വീടിന്റെ കടം വന്നപ്പോ നമ്മൾ പറയുന്നു, കടത്തോട് കടം തന്നെ. എന്തിനാടോ നീ കിടക്കാൻ ഒരു കിടപ്പാടമുണ്ടായിട്ട് രണ്ടാമതൊന്നു വെച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് തരുന്ന നിഅമത്തുകളിൽ പൊരുത്തപ്പെടാതിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അല്ലാഹ് പറയുന്നു, അല്ലാഹ് നിനക്ക് നിസ്സാരതയാണ് തരുന്നത്. അറിയുമോ? ഒരു ചെറിയ ഖുദ്സിയായ ഹദീസ് ഞാൻ പറയാ. അത് ലൈഫാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അർത്ഥവത്തായത് കൊണ്ട് ഞാൻ പറയുകയാണ്. മദ്രസയിലും പള്ളി ദറസുകളിലും പഠിക്കുന്ന, അറബി കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് അശറത്ത് കുതുബ് എന്ന് പറയുന്ന 10 കിതാബ് എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ പഠിച്ചിരുന്ന ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതിലൊരു അധ്യായം തന്നെ കൊണ്ട് മുരിഖാത്തുൽ ഖുലൂബ്, ഹൃദയത്തെ നേർമയാക്കുകയാണ്, ഹൃദയത്തിന്റെ കാഠിന്യതയെ കുറയ്ക്കുകയാണ്, ഹൃദയത്തിന് നൈർമല്യം വരുത്തുകയാണ്. ആ കിതാബിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തെന്നറിയോ? ഇല്ലം തറല ബിമാ
ബിമാ ഖസംതു ലക ലഉസല്ലിതന്ന അലൈക ദുനിയാ തർഖുലു ഫീഹാ കറഖ്ലിൽ വഹ്ശി ഫിൽ ബരിയാ. സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാണ്, ഇല്ലം തർല ബിമാ ഖസംതു ലക, നിനക്ക് ഞാൻ ഓഹരി ചെയ്ത് തന്നതിൽ നിനക്ക് പൊരുത്തമില്ലെങ്കിൽ, നിന്റെ ജ്യേഷ്ഠന് നല്ല സമ്പത്ത് ഞാൻ കൊടുത്തു, നിനക്ക് ഞാൻ കുറച്ചേ തന്നിട്ടുള്ളൂ, എനിക്കറിയാം നിനക്ക് കുറച്ചേ തന്നോളൂ എന്നും അവന് കൂടുതൽ കൊടുത്തു എന്നും എനിക്കറിയാം, പക്ഷെ നിനക്ക് ഞാൻ അത്രേ തരാൻ വിരിച്ചിട്ടുള്ളൂ, ആ തന്നതിൽ നിനക്ക് തൃപ്തിയില്ലെങ്കിൽ അല്ലാഹു പറയുന്നില്ല ഉസല്ലിതന്ന അലൈക ദുനിയാ, അല്ലാഹു നിന്നെ ദുനിയാവിനെ അങ്ങോട്ട് അധികാരപ്പെടുത്തി തരും. സുബ്ഹാനല്ലാഹ്. ദുനിയാവ് പിന്നെ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. എടാ, മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ, അല്ലേ? അരയിൽ കനമുണ്ടെങ്കിലേ വഴി പേടിക്കേണ്ടതുള്ളൂ. നമുക്കിപ്പോ ഈ സമ്പത്തുള്ള ആളുകളൊക്കെ ഇപ്പൊ ആലോചിച്ചൊക്കെ ഇപ്പൊ എന്തായിരിക്കും ചിന്ത? പെണ്ണുങ്ങൾക്കൊക്കെ ചിന്ത, വീട്ടിൽ കള്ളം കയറുവോ, സ്വർണം എടുത്ത് അകത്ത് വെച്ചോ പുറത്തു വെച്ചോ, അലമാരുടെ താക്കോല് വെളിയിലാണോ അകത്താണോ, 100 ടെൻഷനായിരിക്കും ഇപ്പോ. ഇതൊന്നും ഇല്ലാത്ത റെയിൽവേ പുറംപോക്കുകളിൽ ആരെങ്കിലും വലിച്ചെറിയുന്ന വേസ്റ്റിൽ നിന്ന് വറ്റുകൾ പറക്കിയെടുത്ത് പൊന്നുമക്കളുടെ തൊണ്ട നനച്ചു കൊടുക്കുന്ന പാവപ്പെട്ട ഭിക്ഷാടനം നടത്തുന്ന പട്ടിണി പേക്കോലങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. നോട്ട് പിൻവലിച്ച പാർക്കാ ടെൻഷൻ? കോടീശ്വരന്മാർക്ക്, മിഡിൽ ലെവലിലുള്ളവർക്ക് ടെൻഷൻ ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. ആരാ? ഒന്നുമില്ലാത്തവന്. അവൻ എന്ത് ടെൻഷൻ? നോട്ട് നിരോധിച്ചാലെന്താ, നോട്ട് പിൻവലിച്ചാലെന്താ, നോട്ട് പിൻവലിച്ചില്ലെങ്കിൽ എന്താ, കോവിഡ് വന്നാലെന്താ, കോവിഡ് വന്നില്ലെങ്കിൽ എന്താ, എന്തു പറഞ്ഞാൽ എന്ത് വന്നാലും അവൻ പാവപ്പെട്ടവൻ തന്നെ, അവൻ പാവപ്പെട്ടവൻ തന്നെ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നഷ്ടപ്പെടാനുള്ളത് ഒരുപാട് സമ്പാദിച്ചവനാണ്, അല്ലാത്തവന് ഒന്നും നഷ്ടപ്പെടാനില്ല. ദുനിയാവിനെ നിന്റെ മേലെ ഞാൻ അങ്ങോട്ട് അധികാരപ്പെടുത്തും. ദുനിയാവ് നമ്മളെ കാണുമ്പോ ദുനിയാവ് നമ്മളെ കൂടെ വരണം, അല്ല നമ്മൾ ദുനിയാവിന്റെ പുറകെ പോകരുത്, ദുനിയാവിന്റെ പുറകെ നമ്മൾ പോകരുത്. മഹാന്മാരൊക്കെ, ഒരുപാട് മഹാന്മാര് ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞവരാണ്, ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞവരാണ്. അവര് ദുനിയാവ് വേണ്ടാന്ന് പറയുമ്പോഴും ആളുകൾ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുക. തങ്ങളെ, ഉസ്താദേ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് കാണുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് കുരു പൊട്ടി ഒലിക്കുക. കാരണം എന്താ? ഉസ്താദന്മാർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ കുറ്റം പറയുന്ന ആളുകൾക്കൊക്കെ പറയാൻ പറ്റുന്നത് ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? ഇവനൊന്നും പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നു, പണിയെടുക്കാതെ പൈസ കിട്ടുന്നു എന്നാണ് പരാതി പറയുന്നത്. ഈ ദീനീ പ്രബോധകരെ പറ്റി കേരളത്തിൽ ഇപ്പൊ പറയുന്ന ആളുകൾ എന്താ പറയുന്നതെന്നറിയോ? അവര് മോശക്കാരെന്നോ, അവര് കള്ളു കുടിക്കുന്നെന്നോ, അവര് വ്യഭിചരിക്കുന്നെന്നോ, അവര് ശിർക്ക് ചെയ്യുന്നെന്നോ ഒന്നും പരാതിയില്ല, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും പറയുന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ശരീരം അനങ്ങാതെ പൈസ കിട്ടുന്നു, ശരീരം അനങ്ങാതെ ഭക്ഷണം കിട്ടുന്നു, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. നല്ല സമയത്ത് പഠിക്കണമായിരുന്നു, നല്ല സമയത്ത് പഠിക്കണമായിരുന്നു. അന്ന് പഠിക്കാൻ നീ തയ്യാറായില്ല, അതിന്റെ കുഴപ്പമല്ലേ? കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആലിമീങ്ങൾ, ഇരിക്കുന്ന ആലിമീങ്ങളൊക്കെ ചൊറിയും കുത്തി പഠിച്ചവരാണ്. 8 കൊല്ലം പള്ളി ദറസിലും 2 വർഷം യൂണിവേഴ്സിറ്റികളിലും പഠിച്ച ഈ പണ്ഡിതന്മാര്, വാപ്പാക്ക് വയറുവേദന വന്നാൽ ഉസ്താദ് വിടൂല, ഉമ്മാക്ക് ഊരവേദന വന്നാൽ ഉസ്താദ് വിടൂല, പെങ്ങൾക്ക് പ്രസവ വേദന വന്നാൽ ഉസ്താദ് വിടൂല, ആ സമയത്ത് കല്യാണങ്ങൾ വന്നാൽ വിടൂല. അച്ചടക്കത്തോടെ പള്ളി ദറസുകളിലും അറബി കോളേജുകളിലും എല്ലാം ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും ഒക്കെ പഠിക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാര് അവസാനം ആദ്യം കൈക്കും പിന്നെ മതിരിക്കുമെന്ന് പറഞ്ഞ് പള്ളി ദറസുകളിൽ നമ്മളെ ഉസ്താദുമാർ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വല്ലാത്ത കയ്പാണിത്, പക്ഷെ മക്കളെ, നിങ്ങൾക്ക് മതിരിക്കുന്നൊരു ദിവസം ഉണ്ടാകും. ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോ, ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോകാം ഭക്ഷണം കഴിക്കാൻ, ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോകാം വെള്ളം കുടിക്കാൻ, ഉസ്താദെ ഞങ്ങൾ വണ്ടിയിൽ കയറണം എന്ന് പറഞ്ഞ് വരുന്നത് കാണുമ്പോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. നല്ല സമയത്ത് പഠിക്കണമായിരുന്നു. ഇനിയിപ്പോ ഈ അസൂയയും കഷണ്ടിക്കും കുശുമ്പിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ, ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കാതെ നിന്റെ മക്കളെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കേ. അപ്പൊ നിന്റെ മക്കളെങ്കിലും ഇതൊന്ന് സൂചിച്ചോട്ടെ.
ഇതിന് അസൂയപ്പെടുന്ന എന്തിനാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ അല്ലാഹു തആല തരുന്നത്, പടച്ചോൻ തരുന്ന ഒരു ഫളിലാണ്. അല്ലാഹു തരുന്ന ഒരു ഫളിലാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിലുള്ള എന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങേ അറ്റം കർണാടകയോട് തൊട്ടുരുമി കിടക്കുന്ന ഈ പ്രദേശത്ത് വഴലിന് വിളിച്ചത് ഇവിടെ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടാ? ആണോ? എന്നെക്കാൾ വിവരമുള്ള, എന്നെക്കാൾ ഇബാദത്തുള്ള, എന്നെക്കാൾ പ്രൗഢമായ നിലയിൽ പ്രഭാഷണം നടത്താൻ കഴിവുള്ള ആളുകളായി ഇരിക്കുന്നത്. പക്ഷെ എന്താണ് അവരെ വിളിക്കാതെ എന്നെ വിളിച്ചത്? അള്ളാഹു എനിക്ക് തന്നൊരു ഫളല്, എനിക്ക് റബ്ബ് തന്നൊരു ഭാഗ്യം. ആ ഭാഗ്യം കണ്ടിട്ട് ആളുകൾക്ക് എന്തിനാണ് അസൂയ? അതിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്ന കാര്യം, സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ദുനിയാവ് നമുക്ക് വേണ്ടാന്ന് വെച്ച കൂടെ വരാൻ തുടങ്ങും. ദുഷ്ടശ്വാനനെ പോലെയാണ്. റോഡിലൂടെ നമ്മൾ നടന്നു പോകും. എന്താ പട്ടിയുടെ പ്രത്യേകത? നമ്മൾ ഓടിയാ കൂടെ ഓടും, നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് ഓടിയാ പട്ടി നമ്മുടെ മുമ്പേ അങ്ങോട്ട് ഓടും. അതാണ് നായയുടെ, തെരുവ് നായയുടെ സ്വഭാവം. ഭയങ്കര മൂച്ചോടുകൂടി നമ്മുടെ നേരെ ഇങ്ങനെ വരും. നമ്മൾ ഓടിയാ കൂടെ ഓടും. എന്നാ നീ ഒന്ന് പാടാ എന്നും പറഞ്ഞ് തിരിഞ്ഞങ്ങോട്ട് നിന്ന് നോക്കിയേ, പട്ടി അവിടെ നിൽക്കും. നമ്മൾ അങ്ങോട്ട് പോയാലോ പട്ടി അങ്ങോട്ട് പോകും. ഇതാണ് ദുനിയാവ്. നമ്മൾ ദുനിയാവിന്റെ പുറകെ പോയാൽ ദുനിയാവ് നമ്മളെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. എത്ര കിട്ടിയാലും ആർത്തി തീരൂല. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന്. കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് മതിയാവുന്നില്ല. പക്ഷെ ദുനിയാവ് വേണ്ട, പോടാ നിന്റെ പണി നോക്കി. തൊല്ലക്കു ദുനിയാ വഖാഫുൽ ഫിതനാ ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തൊല്ലക്കു ദുനിയാ വഖാഫുൽ ഫിതനാ. അല്ലാഹുക്ക് കുറെ ദാസന്മാരുണ്ട്, ഉലമാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാരായ ഉഖറവിയായ പണ്ഡിതന്മാര് അല്ലാഹുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന, അവര് ബുദ്ധിമാന്മാരാണ്. അവരുടെ ബുദ്ധി എങ്ങനെയാണ് വെളിവായത്? തൊല്ലഖു ദുനിയാ, ദുനിയാവിനെ മുത്തലാഖ് ചൊല്ലി ദുനിയാവ് വേണ്ടാന്ന് വെച്ചു. വഖാഫുൽ ഫിതന, ആ ദുനിയാവിന്റെ ഫിത്നയെ പേടിച്ചു. അപ്പോഴോ ദുനിയാവ് ഒന്ന് പറയാൻ, നിങ്ങൾക്ക് എന്ത് വേണം. ഞാൻ പറഞ്ഞ സംഘടനയായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെയാണല്ലോ, ഒന്നും മിണ്ടാൻ പറ്റൂല. നിങ്ങളെ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞാൻ ഒരു കാര്യം പറയാം. ഈ അടുത്ത സമയത്ത് കണ്ടത്, സമസ്ത കേരള ജമിയത്തുൽ പ്രസിഡന്റായിരുന്ന ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ചെറിയ വീടാന്നാ ഞാൻ കേട്ടത്. 100 കണക്കിന് ആളുകൾ സമസ്തയുടെ മക്കൾ വന്നിട്ട് പറയാണ്, ഉസ്താദ് ഞങ്ങൾ വീട് വെച്ച് തരാം. അതൊന്നും അവർക്ക് വേണ്ട. നമ്മളോടെങ്ങാനും പറഞ്ഞാന്ന് ആലോചിച്ച് നോക്കിയേ, 1 വെച്ച് തരുമോ 2 വെച്ച് തരുമോ? അത് നമ്മളെ ചോദ്യം. കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന് തമിഴ്നാട്ടില് 50 കോടി രൂപയും, എത്ര, 50 ഏക്കറും 10 കോടി രൂപയും. 50 ഏക്കറും 10, എനിക്കറിയാൻ ഈ വിവാദമാവുമെന്ന്. നിങ്ങൾ വിവാദമാക്കുമെന്നല്ല, ഇതാണല്ലോ വേറെ ഒരു കുത്തിത്തിരിപ്പിന്റെ ആളുകൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹക്കായ കാര്യമാണ്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. സമസ്തയുടെ AP EKയും പറഞ്ഞത് അതുകൊണ്ടാ. ഉലമാക്കൾക്ക് കുഴപ്പമൊന്നുമില്ല. AP ഉസ്താദിന് തമിഴ്നാട്ടിൽ ചെന്നപ്പോ തമിഴ്നാട്ടിലെ ഒരു വലിയ മുതലാളി 10 കോടി രൂപയും 50 ഏക്കറും എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കേരളത്തിലെ സ്ഥാപനം പോലെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപനം വേണം. ഉലമാക്കളുടെ പിന്നാലെ പണമായിട്ട് ആൾക്കാർ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ്? ദുനിയാവ് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ്. ആ ദുനിയാവ് വേണ്ട എന്ന് വെക്കുന്നവർക്ക് അല്ലാഹു തആല ദുനിയാവിനെ കൊടുക്കും. ഇനി ദുനിയാവ് വേണമെന്ന് വെച്ചാലോ, എത്ര കിട്ടിയാലും നിനക്ക് മതി വരില്ല. ദാർശനികനായ ഡയോജനിസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി, നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഏദൻ കീഴടക്കണം, അടുത്ത് പേർഷ്യ കീഴടക്കണം, പിന്നെ ഈജിപ്റ്റ് കീഴടക്കണം, അത് കഴിഞ്ഞിട്ട് ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കണം, എന്നിട്ട് വിശ്രമിക്കണം. ദാർശനികനായ ഡയോജനിസ് ചോദിച്ചു, വിശ്രമിക്കാൻ അങ്ങാണെങ്കിൽ ഇത്രയും വെട്ടിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ? ചുമ്മാതെ വിശ്രമിച്ചാ പോരെ? കാരണം ആർത്തി തീരൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. എന്റെ ജ്യേഷ്ഠന് ഇത്ര കിട്ടി, എനിക്ക് ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാ. അവൻ അത്രയും കണക്ക് പറയണം, ഞാൻ ഇത്ര കണക്ക് പറഞ്ഞാൽ മതി.
അങ്ങനെ ചിന്തിച്ചാ പോരെ. സമ്പന്നൻ ബാളിയൂരിലെ കോടീശ്വരൻ സ്വർഗത്തിൽ പോകുന്ന എപ്പോഴാണെന്നറിയോ? അവൻ പള്ളിയിൽ നിസ്കാരമുള്ളവനാണ്, ഇബാദത്തുള്ളവനാണെന്നിരിക്കട്ടെ, ബാളിയൂരിലെ ഒരു സമ്പന്നൻ. എന്നാൽ ഈ ബാളിയൂരിലെ ഒരു ദരിദ്രനുണ്ട്, അയാളും പള്ളിയിൽ വരെ നിസ്കരിക്കും, ഇബാദത്തുണ്ട്. രണ്ടുപേരും ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അല്ലാഹ് അത്രയും സമ്പത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരിൽ ആദ്യം സ്വർഗത്തിൽ പോകുന്ന ആരാ? പേടിക്കണ്ട, പറഞ്ഞോളേ, ആരാ പോകുന്നത്? ഇവിടെയാണ് പളപളപ്പ്, ഇവിടെയാണ് ടിപ് ടോപ്പ്. ചിന്തകന്മാര് പൊരിച്ച പപ്പടത്തോടും പൊരിക്കാത്ത പപ്പടത്തോടുമാണ് ഈ ദുനിയാവ് കിട്ടിയവനെ കിട്ടാത്തവനെ ഉപമിച്ചത്. ദുനിയാവ് കിട്ടിയവൻ എങ്ങനെയാണെന്നറിയോ? പൊരിച്ച പപ്പടം പോലെയാണ്. പൊരിച്ച പപ്പടം എന്ത് രസമാണ്, ഗോൾഡൻ കളറിൽ, തൊട്ടാൽ പ്ലപ് പ്ലപ് ശബ്ദം കേൾക്കും അല്ലേ? പൊരിക്കാത്ത പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, എടുത്തപ്പുറത്തിട്ട് അവിടെ കിടക്കും, എടുത്തിവിടെ ഇട്ട് അവിടെ കിടക്കും. പൊരിക്കാത്ത പപ്പടം, അതാണ് പാവങ്ങൾ. ഒരു മൊഞ്ചും ഇല്ല, ഒരു ശബ്ദവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നാശം ആർക്കാ? പൊരിക്കാത്ത പപ്പടം ഈ മുനാറത്തിന്റെ മണ്ടയിൽ കയറിയിട്ട് നിങ്ങൾ താഴെ എടുത്തിട്ട് നോക്ക്, അത് അവിടെ വന്ന് കിടക്കും. ഒരു പോറലോ ഒരു കീറലോ അതിനുണ്ടാവൂല. എന്നാൽ പ്ലേറ്റിൽ നിന്ന് മേശപ്പുറത്ത് വീണാൽ മതി പപ്പടം പൊടിയും. പൊരിച്ച പപ്പടം ആർക്കാ നാശം? സമ്പന്നന്മാർക്കാ. ദരിദ്രന് എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. അതാ പറഞ്ഞത്, നിനക്ക് സമ്പത്തുണ്ടോ? പാവങ്ങൾ സ്വർഗത്തിൽ പോയി 440 വർഷം കഴിഞ്ഞിട്ടേ പണക്കാരൻ സ്വർഗത്തിൽ പോകൂ. ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പാവപ്പെട്ടോ നേരെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലും, അല്ലാഹ് ചോദിക്കും, എന്തുണ്ട്? പടച്ചോനെ, നീ എന്തായി ചോദിക്കുന്ന? ബാളിയൂര് ജമാഅത്ത് മഹല്ല് കമ്മിറ്റി വെച്ച് തന്ന 1 സെന്റിൽ ഒരു വീട്, അതല്ലാതെ എന്താ എനിക്കുള്ളത്? ഒന്നുമില്ലല്ലോ. ക്ലിയർ ആണോ നിന്റെ ഇബാദത്തുകൾ? ഒരു പരിശോധന നടത്തിയിട്ട് കയറിക്കോ സ്വർഗത്തിൽ, സുന്ദരമായിട്ട് സ്വർഗത്തിൽ പോകും. അപ്പോഴാണ് അടുത്ത സമ്പന്നം വന്നു ബാളിയൂരത്തെ. ചോദിക്കുക, എന്തുണ്ട്? പടച്ചോനെ, മടിക്കേരി എസ്റ്റേറ്റിൽ 10 ഏക്കർ, വിരാജ്പേട്ടയിൽ 50 ഏക്കർ, പിന്നെ സിതാങ്കുളിയിൽ 30 ഏക്കർ, പിന്നെ ബന്ദിപ്പൂര് ഒരു 10 ഏക്കർ, അതുപോലെ തന്നെ മൈസൂരിൽ ഒരു റൂമുണ്ട്, കാസർഗോഡ് 2-3 റൂമുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. അതെവിടെ നിന്നുണ്ടാക്കി, അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ മുതലാളിത്വ ബാധ്യത വീഡിയോ, അതിൻ്റെ സക്കാത്ത് കൊടുത്തോ, അതിൻ്റെ സ്വതക്കയുടെ മുതൽ കൊടുത്തോ, അതിലെന്തെങ്കിലും പലിശ കടന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ 40 കൊല്ലമാവും. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ പടച്ചവനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും ആർട്ടിയോടെ വേണമെന്ന് വാശി പിടിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, അവന് എന്നും നിസാരതയാണ് അല്ലാഹ് കൊടുക്കുന്നത്. അവന് നിർഗതിയാണ് അല്ലാഹ് കൊടുക്കുന്നത്. അല്ലാഹു അവന് കോപമാണ് കൊടുക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ആർക്ക് വേണ്ടിയിട്ടാ ആകാശഭൂമി കരയുന്നത്? ഉന്നതൻ ഇപ്പോൾ ഏറ്റവും നിസ്സാരനായി, അവനെ കണ്ടിട്ട് കരയാൻ. അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത് കേൾക്കണ്ടേ? ഇനി ആരെ കണ്ടിട്ടാ ആകാശഭൂമികളും സർവ്വചരാചരങ്ങളും കരയുന്നത്? അവൻ ഇന്നലെ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാണ്. ഇന്നലെ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാണ്. അവനെ കണ്ടിട്ട് കരയുന്നത് ആകാശഭൂമികളാണ്. സഹോദരങ്ങളെ, എങ്ങനെയാണ് അല്ലാഹു തആല ഒരു മനുഷ്യനെ ദരിദ്രനാക്കുന്നതെന്നറിയോ? അതും കൂടെ പഠിച്ചോ. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവനവൻ ചെയ്യുന്ന പ്രശ്നങ്ങളുടെ പേരിലാണ് അല്ലാഹു തആല അവന് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഇന്നലെ അവൻ വലിയ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാകിട്ട് അല്ലാഹു മാറ്റിമറിക്കും. അങ്ങനെ ദരിദ്രനായ മനുഷ്യനെ കണ്ടിട്ട് ആകാശഭൂമികൾ കരയും. ആ കരച്ചിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലെ സമ്പന്നൻ, ഇന്ന് ദരിദ്രനാണ്. എന്താ ദരിദ്രനാവാനുള്ള കാരണം എന്നറിയോ? അതും കൂടെ പഠിച്ചോ. എന്താ ദരിദ്രനാകാനുള്ള കാരണം? ഇന്നലെ സമ്പന്നനായിരുന്നു, ഇന്ന് ദരിദ്രനാകാനുള്ള കാരണം എന്താ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ.
വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹ 124-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പഠിപ്പിക്കുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത്തൻ ലങ്കാ. ആര് പടച്ചവന്റെ ദിക്റിൽ നിന്ന് തെറ്റി നടക്കുന്നുണ്ടോ, ആര് അല്ലാഹുവിനെ വിസ്മരിക്കുന്നുണ്ടോ, ഫഇന്ന ലഹു മഈസത്തൻ ലങ്കാ, അവന്റെ ജീവിതത്തെ അല്ലാഹു തആല ഇടുക്കമാക്കുന്നതാ. മുഫസ്സിരീങ്ങൾ പേജുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ വിശദീകരിക്കാൻ. മുഴുവൻ മുഫസ്സിരീങ്ങളും പറയുന്നത് ഖബറിന്റെ ഇടുക്കമാണെന്നാണ്. എന്നാൽ എണ്ണപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞത് മഈസത്തൽ ലങ്കാ, അവന്റെ ജീവിതത്തെ ഇടുക്കമാക്കുമെന്ന് പറഞ്ഞത് ഈ ദുനിയാവിൽ അവന് എന്തൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നതാ, അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുന്നതാ. ഒരു നാടിനെ പറ്റി മക്കയാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ, വലറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. അല്ലാഹു പറയുന്ന ഒരു നാടിന്റെ ഉപമ ആമിനതൻ മുത്മഇന്ന, ആ നിർഭയമുള്ള മണ്ണായിരുന്നു ആ മണ്ണ്. ആ മണ്ണിന് എന്ത് സംഭവിച്ചു, യതിഹാ റിസ്ഖുഹാ റഗദാ മിൻ കുല്ലി മകാൻ, നാല് ഭാഗത്ത് നിന്ന് മനോഹരമായ ഭക്ഷണം അവിടെ എത്തുമായിരുന്നു. ഫകഫറതു ബിഅൻഉമില്ലാ, ആ ജനത അല്ലാഹുവിനെ നന്ദികേട് കാണിച്ചപ്പോ, ആ ജനത അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോ, നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നുകൊണ്ട് ആ നാട് നിർഭയത്വത്തിന്റെ മണ്ണായിരിക്കവേ ഫകഫറതു ബിഅൻഉമില്ലാ, അല്ലാഹുവിനോടുള്ള ആ പടച്ചവനോടുള്ള കടമ പൂർത്തീകരിക്കാതെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ നിഅമത്തുകളെ പള്ളി പറഞ്ഞുകൊണ്ട് ജീവിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വിശപ്പിന്റെ വസ്ത്രം അവരെ അല്ലാഹു അണിയിപ്പിച്ചു. അവര് ചെയ്യുന്ന പ്രവൃത്തി കാരണത്താൽ ഭയവും അതുപോലെ പട്ടിണിയും അവരെ പൊതിഞ്ഞു എന്നാണ്. അല്ലാഹു നമുക്ക് ധാരാളം നിഅമത്തുകൾ തന്നേക്കാ, ഒരുപാട് സുഖം അല്ലാഹു തന്നേക്കാ. എപ്പോഴാണോ റബ്ബിനെ നമ്മൾ മറക്കുന്നത്, എപ്പോഴാണോ പടച്ചവനെ നമ്മൾ മറക്കുന്നത്, എവിടെയാണോ അല്ലാഹുവിനെ നമ്മൾ വിസ്മരിക്കുന്നത്, ആ നിമിഷം അല്ലാഹു നമുക്ക് തരുന്നത് ലിബാസൽ ജൂ, വിശപ്പിന്റെ വസ്ത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹനെ മറന്നിട്ട് ഒന്നും നമ്മൾ ചെയ്യരുത്. ചെയ്താൽ അല്ലാഹു തആല ഇന്നലഹു മഈസത്തൻ ലങ്കാ, ജീവിതത്തെ ഇടുക്കമാക്കി കളയും. ഇതിനോട് ചേർത്ത് പറയാനൊരു സംഭവം ഞാൻ പറയട്ടെ. ഒരിക്കൽ ഒരു വാപ്പയുടെ അടുക്കൽ ഒരു മകള് വന്നിട്ട് പറഞ്ഞു, വാപ്പാക്ക് മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച വാപ്പാക്ക് സഹിക്കൂല. ദാ ഇരിക്കുന്ന താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അദ്ദേഹം നെല്ലിക്കട്ടയിൽ അദ്ദേഹം വളരെ യാതൊരു നിലയിലുള്ള ഒരു ദാരിദ്ര്യമോ വിഷമമോ ഒന്നുമില്ലാത്ത നിലയിൽ അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളും ഒരു മകനുമാണ്. മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ കുട്ടിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കഴുത്തിന്റെ ഭാഗത്തൊരു ട്യൂമർ കണ്ടു. ആ പ്രിയപ്പെട്ട സഹോദരി കഴുത്തിന്റെ ഭാഗത്ത് ട്യൂമർ വന്ന് ആ സഹോദരിയുടെ രോഗം മൂർച്ഛിക്കുകയും അവസാനം ബാംഗ്ലൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു 20 ലക്ഷം രൂപ ചെലവഴിച്ച് 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ ആ ഭാഗത്തുള്ള എല്ലാ ട്യൂമറിനെയും എടുത്ത് നീക്കം ചെയ്ത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ മകൾ സേഫായി വരും എന്ന് പറഞ്ഞു. അറിയപ്പെട്ട ഹോസ്പിറ്റലാണ്, വിദഗ്ധരായ ഡോക്ടർമാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട 13 മണിക്കൂറോളം സർജറി നടത്തി 20 ലക്ഷം രൂപയുടെ ബില്ലടച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ചെവിയുടെ ഭാഗത്തെ ആ ട്യൂമർ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വിദഗ്ധരായ ഡോക്ടർമാർ ശ്രമിച്ചു. 1 മാസം പിന്നിട്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒന്നും ചവയ്ക്കാൻ പോലും കഴിയാത്ത നിലയിൽ, ഒന്ന് കിടക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിയുടെ രോഗം വർദ്ധിക്കുകയും
പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇന്ന് ആ കിടക്കയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് വിശ്വാസികൾ ഇത്രയും ഒരുമിച്ചുകൂടി അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന 100 കണക്കിന് വിശ്വാസികളുള്ള സദസ്സാൽ നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കേണപേക്ഷിച്ചിട്ട് ആമീൻ പറ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ പറയപ്പെട്ട ആയാത്തുകളുടെ, ഈ ഓതപ്പെട്ട മുബാറക്കായ സൂക്തങ്ങളുടെ, പുണ്യ ഹദീസുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ രോഗം വെച്ച ഷാഫിയായ കാഫിയായ അല്ലാഹ് നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് ഡോക്ടർമാരെന്ത് പറഞ്ഞാലും, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ത് വിധി എഴുതിയാലും, മെഡിക്കൽ കോളേജ് എന്ത് വിധി എഴുതിയാലും അല്ലാഹുവേ അവരൊക്കെ നിന്റെ ഫക്കീറുമാരായ നിന്റെ അടിമകൾ മാത്രമാണ്. നീയാണ് സൃഷ്ടാവ്, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. ഉടമസ്ഥനായ അല്ലാഹ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അത്ഭുതകരമായി ആ പൊന്നനുജത്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അച്ചടക്കമുള്ള മകളാണ്, അച്ചടക്കമുള്ള പെങ്ങളാണ്, ഒരു വക്കത്ത് പോലും കളാക്കാത്ത ആ പൊന്നുമോളെ അല്ലാഹുവേ ആ ഓതലും ഊതലും ദിക്റും സ്വലാത്തുമായി കഴിയുന്ന പ്രിയപ്പെട്ട പൊന്നുമ്മക്ക്, ആ പ്രിയപ്പെട്ട പിതാവിന്, ആലിമീങ്ങളെ സാദാത്യങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്, ആ ഒന്നും അറിയാതെ ഓടിക്കളിക്കുന്ന ആ 2 കുഞ്ഞനുജത്തിമാർക്ക് അല്ലാഹുവേ വിദേശ രാജ്യത്ത് നിന്ന് തിരിച്ചു വന്ന് ഭാര്യയുടെ അടുക്കൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവന്, ആ സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടും വരല്ലേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ആ ആങ്ങളയ്ക്ക് അല്ലാഹുവേ നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു അപകടകരമായ അവസ്ഥയും നീ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ മരുന്നിനും ആശുപത്രിക്കൊന്നും ഒരു കഴിവില്ല അല്ലാഹുവേ, നീ നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് കാമിലായ ശിഫ നീ നൽകി ഈ പ്രകാശത്തെ സൃഷ്ടിച്ച ബുധനാഴ്ച രാവിലെ നിന്നോട് ചോദിക്കുന്നു, ഒരു ബുദ്ധിമുട്ടും നീ കൊടുത്ത് അവരുടെ മനസ്സിനെ മുറിവാക്കി നീ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ. നീ അത്ഭുതങ്ങൾ കാണിക്കുന്നവനാ. ആ പൊന്നുമോളുടെ കാര്യത്തിലും നീ അത്ഭുതങ്ങൾ ഉണ്ടാക്കണേ അല്ലാ. നമുക്ക് ദുആരക്കാൻ സഹോദരങ്ങളെ, എന്ത് ഡോക്ടർമാർ പറഞ്ഞാൽ എന്താ, ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ മോളെ ഞങ്ങൾ അങ്ങ് സേഫാക്കി തന്നേക്കാം, 20 ലക്ഷം കെട്ടിവെക്കെന്ന് പറഞ്ഞ മണിപ്പാൽ ഹോസ്പിറ്റല്, ബംഗളൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റല് ഡോക്ടർമാർക്ക് എന്ത് കഴിവാളുള്ളത്? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ പെങ്ങൾക്ക് ഈ വിഷം അനുഭവിക്കേണ്ടി വരുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. മകൾക്കുണ്ടാകുന്ന വേദന ഒരു ഉപ്പാക്ക് സഹിക്കാൻ പറ്റൂലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മകൾക്കുണ്ടാകുന്ന വേദന ഉപ്പാക്ക് സഹിക്കാൻ പറ്റില്ല. ആ മകൾ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ കണ്ടോ വെള്ളം കോരി 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 എൻ്റെ 2 കൈയും പൊട്ടി ഒലിക്കുകയാണ്. മോട്ടോർ സംവിധാനങ്ങളില്ലാത്ത, മറ്റുള്ള ഭൗതിക നൂതന സംവിധാനങ്ങളും ഇല്ലാത്ത ആ പുരാതന കാലം. വാപ്പാന്റെ മുന്നിൽ വന്നിട്ട് പൊന്നുമോള് പറഞ്ഞു, പൊന്നു വാപ്പാ വെള്ളം കോരിയിട്ട് കൈ പൊട്ടുക. വാപ്പാ ആട്ടുകല്ല് പിടിച്ചിട്ട് മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലാത്ത കാലം, എന്റെ കൈ പൊട്ടി ഒലിക്കുക വാപ്പാ. വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്ത കാലത്തിൽ വാപ്പയോട് പറയുന്നു, പൊന്നു വാപ്പാ തുണി അലക്കി 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 എന്റെ കൈ പൊട്ടി ഒലിക്കുകയാണ്. എനിക്കൊരു വേലക്കാരിയെ വെച്ച് തന്നൂടെ, നിങ്ങൾക്ക് ഒരു ജോലിക്കാരനെ വെച്ച് തന്നൂടെ? ജീവിതത്തിന്റെ ക്ലേശങ്ങളും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പറയാൻ. ഏറ്റവും വലിയ ഒരു സങ്കടം ആ പിതാവിന്റെ ഭാഗത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വന്ന് പറയുമ്പോ ആ വാപ്പ മോളോട് പറഞ്ഞു, മോളെ ഒരു ഭൃത്യനെ, ഒരു ഖാദിമിനെ, ഒരു സെർവന്റിനെ, ഒരു ജോലിക്കാരനെ നിനക്ക് വെക്കുന്നതിനേക്കാൾ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. എന്താണ് വാപ്പാ? കിടക്കാൻ നേരത്ത് പായയിൽ ചെല്ലുമ്പോ, ഉറങ്ങാൻ സമയത്ത് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുമോ, 33 അൽഹംദുലില്ലാ ചൊല്ലുമോ, 34 അല്ലാഹു അക്ബർ ചൊല്ലി 100 ദിക്ർ പൂർത്തിയാക്കുമോ? എന്നാൽ നിനക്ക് അതാണ് ഉത്തമം മോളെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മതി വാപ്പാ, എനിക്ക് മതി. എന്റെ കൈ ഇനി പൊട്ടൂല, ഇനി എന്റെ കൈ പൊട്ടി ഒലിക്കൂല.
എനിക്ക് ഭൃത്യനെ കിട്ടുന്നതിനേക്കാൾ എന്റെ ജോലിയുടെ ഭാരം കുറഞ്ഞു കിട്ടാൻ എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്ന ദിക്റ് മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന മകൾ, ആ മകളല്ലേ സയ്യിദത്തുനാ ബീവി ഫാത്തിമത്ത് സഹ്റ, ആ വാപ്പയല്ലേ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. പൊന്നാര നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്ക് പറഞ്ഞു കൊടുത്തത് ദിക്റാണ് എന്ന് പറഞ്ഞ ദിക്റ് ചൊല്ലിയാൽ, അള്ളാനെ ഓർത്താൽ, പറയുന്നതിനും ഓർക്കുന്നതിനൊക്കെ ദിക്റാൻ, അള്ളാഹുവിനെ ഓർത്ത് ദിക്റ് ചൊല്ലിയാൽ ജീവിതം സമ്പന്നമാകും. എപ്പോഴല്ലാനെ മറക്കുവോ ദാരിദ്ര്യത്തിന്റെ പടുംകുഴിയിലേക്ക് നമ്മൾ ചെന്ന് വീഴും. ഒരു കാലത്ത് സമ്പന്നനായിരുന്നു, ഇന്ന് നീ ദരിദ്രനായി. എന്താണ് അതിന് കാരണം? നീ അള്ളാഹുവിനെ മറന്നതാണ്, നീ അള്ളാഹുവിനെ മറന്നതാണ്. പടച്ച തമ്പുരാൻ നമ്മളെ സമ്പൽ സമൃദ്ധിയിലാക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, രവിപിള്ളയെ പോലോ അല്ലെങ്കിൽ അംബാനി അദാനിയൊക്കെ പോലെയോ സമ്പന്നതൊന്നും നമുക്ക് വേണ്ട. അള്ളാഹു തരാതിരിക്കട്ടെ. ഒരൊറ്റ എണ്ണാമയും പറഞ്ഞില്ലല്ലോ. അള്ളാഹു നമുക്ക് സമ്പത്ത് വാരി കോരി തരട്ടെ. അതെല്ലാരും പറയും. ഇതാ നമ്മുടെ സ്വഭാവം.